അലൈക്കും. ഓക്കെ, നമ്മൾ ബാക്കി ഭാഗം എടുക്കാൻ പോവാണ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ഹിന്ദുസ്ഥാൻ കി ആസാദി കി ജിദ്ദോ ജഹ്ദുമേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അധ്വാനത്തിൽ, പരിശ്രമത്തിൽ മൗലാന കി ഖിദ്മാത്ത്, മൗലാനയുടെ സേവനങ്ങളും നാകാബിലെ ഫറാമുഷ് ഹൈ, ഒരിക്കലും തന്നെ മറക്കാവുന്നതല്ല. നാകാബിലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കഴിയാത്തത്, ഒരിക്കലും സാധിക്കാത്തത്. ഫറാമുഷ് ഹൈ എന്ന് പറഞ്ഞാൽ മറക്കുന്ന, അതായത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സേവനമാണ് അദ്ദേഹം ഇന്ത്യയുടെ അധ്വാനത്തിൽ, ഇന്ത്യ സ്വതന്ത്രം കിട്ടുന്നതിൻ്റെ പരിശ്രമത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ളത്. വോ ആസാദി കി തെഹ്രീക്ക് മുജാഹിദ്, മാത്രമല്ല അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പോരാളിയുമായിരുന്നു അദ്ദേഹം. ഉനോനെ ബഹുത് പഹ്ലെ മഹ്സൂസ് കർ ലിയാത്ത, അദ്ദേഹത്തിന് ഒരുപാട് മുമ്പ് തന്നെ ബോധ്യപ്പെട്ടിരുന്നു എന്തെന്നാൽ ഹിന്ദുസ്ഥാൻ കെ അന്തർ, അതായത് ഇന്ത്യക്കാർക്കിടയിലുള്ള, അതായത് ഇന്ത്യക്കാർക്ക് കീഴിലുള്ള നഫ്രത് കെ ബീജ്, വെറുപ്പിനിടയിൽ, അതായത് ഇന്ത്യക്കാർക്കിടയിലുള്ള അവരുടെ വെറുപ്പിനിടയിൽ ഭൂക്കർ, അവർ മണത്തറിഞ്ഞിട്ട്, അതായത് ഇന്ത്യക്കാർക്കിടയിൽ തന്നെ ഒരുപാട് വെറുപ്പുകളും ചെറിയ പോരുകളും ആഭ്യന്തര യുദ്ധങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനവർ മണത്തറിഞ്ഞിട്ട് ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ അപ്നി ഹുക്കൂമത്ത്, തങ്ങളുടെ ഭരണം മുസ്തഹ്കിം കർണ ചാഹത്താ ഹെ, അതിനെ ദൃഢപ്പെടുത്താൻ അവരെന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നു എന്നുള്ള സത്യം അദ്ദേഹത്തിന് ആദ്യം തന്നെ ബോധ്യപ്പെട്ടിരുന്നു. അവർ മുസ്ലിമീങ്ങളെ എന്താക്കാൻ, അല്ല ഇന്ത്യയിലെ ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറയും, നമ്മളങ്ങനെ പറയുമല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ ആദ്യം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. മൗലാന ആസാദ് അദ്ദേഹം ഹിന്ദു മുസ്ലിം ഇത്തിഹാദ് പർ ജോർ ദിയ, അതായത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളുടെ ഇത്തിഹാദ് പർ, ഐക്യത്തിന്മേൽ ജോർ ദിയ, ഒരുപാട് ശക്തി നൽകി അദ്ദേഹം. അതായത് ഐക്യം വേണം. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എന്തുണ്ടാവണം? ഇന്ത്യൻ മുസ്ലിമീങ്ങളല്ല കേട്ടോ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യമുണ്ടാവണം എന്നതിൻ്റെ മേൽ അദ്ദേഹം ഒരുപാട് ശക്തി നൽകിയിരുന്നു. മാത്രമല്ല അദ്ദേഹം അപ്നെ ഖുത്ബാത്ത് ഔർ മസാമിൻ മേ ബി ബതായ, തൻ്റെ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും തൻ്റെ ലേഖനങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്തെന്നാൽ മുഷ്തരിക്ക തഹദീബ്, അതായത് സംയുക്തമായ സംസ്കാരം, അതായത് കൂടിച്ചേർന്നുള്ള സംസ്കാരം, ഓർ കൗമി യക്ജഹ്തിക്ക്, അതായത് സാമൂഹികമായ ഐക്യത്തിൻ്റെയും തസവ്വുർക്കോ, ചിന്തയുടെ മേൽ അത് ഉണ്ടാവുക എന്നുള്ള ഒരു ചിന്തയുടെ തസവ്വുർക്കോ, ചിന്തയെ ആംകിയെ വ്യാപിപ്പിച്ച് ബിഗൈർ ആസാദി മുംകിൻ നഹി, അതെന്താണ് ബിഗൈർ ആസാദി, സ്വതന്ത്രം കൂടാതെ മുംകിൻ നഹി, സാധ്യമല്ല. അതായത് നമ്മുടെ സാമൂഹികമായ ഐക്യത്തെ ഐക്യത്തിൻ്റെ ചിന്തയെ തന്നെ വ്യാപിപ്പിക്കാൻ നമുക്ക് എന്ത് വേണം എന്നാണ് പറയുന്നത് അദ്ദേഹം? ആസാദി വേണം. അതാണ് ബിഗൈർ ആസാദി മുംകിൻ നഹി, സ്വാതന്ത്ര്യം കൂടാതെ അസംഭവ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സാമൂഹിക ഐക്യത്തിൻ്റെ ഒരു ചിന്തയെ, ഭാവനയെ, സങ്കല്പത്തെ തന്നെ സങ്കല്പത്തെ വ്യാപിപ്പിക്കണമെങ്കിൽ ബിഗൈർ ആസാദി, സ്വതന്ത്രം കൂടാതെ മുംകിൻ നഹി, അസാധ്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താവണം? ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്നെ സിയാസി നസരിയാത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ സിയാസി നസരിയാത്ത്, രാഷ്ട്രീയ ചിന്തകളും, ഓർ പുർജോഷ് സഹാഫത്ത് കി വജഹ്സെ, പുർജോഷ് എന്ന് പറഞ്ഞാൽ ആവേശമാർന്ന സഹാഫത്ത് കി വജഹ്സെ, പത്രപ്രവർത്തനത്തിൻ്റെ കാരണം മൂലം മൗലാനക്ക് കഈബാർ, ഒരുപാട് തവണ നസർ ബന്ദ് കിയാകെ, അദ്ദേഹത്തെ തടങ്കലിലാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ബഹാദുർ ഓർ നഠർ സിപ്പാഹി കി തറ, അതായത് ധീരനും പേടിയില്ലാത്തതുമായ ഒരു സിപ്പാഹി കി തറ, സിപ്പാഹിയെപ്പോലെ, ഒരു പോരാളിയെപ്പോലെ, വതൻ കി ആസാദി കെ ലിയെ, നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജിദ്ദോ ജോഹ്ദ് കർത്ത് രഹേ, അദ്ദേഹം
ഒരുപാട് പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത്. മൗലാന ആസാദ് സച്ചേ മൊഹിബേ വത്തൻ തേ. മൗലാന ആസാദ് ഒരു യഥാർത്ഥ രാഷ്ട്രസ്നേഹിയായിരുന്നു. ഉനോനെ അദ്ദേഹം വത്തൻ കി ആസാദി കെ ലിയെ, നാടിൻ്റെ സ്വതന്ത്രത്തിനു വേണ്ടി കൈതോബന്ദ് കി അതായത് തടങ്കലിൻ്റെ ബന്ധനത്തിൻ്റെ ഒരുപാട് സൗബത്ത് പറഞ്ഞാൽ എന്താണ്, പ്രയാസങ്ങൾ ജിലേ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. ലേക്കിൻ പക്ഷേ, ജീലാന പറഞ്ഞാൽ സഹിക്കുക എന്നുണ്ടോ, അനുഭവിക്കുക എന്ന്. ലേക്കിൻ പക്ഷേ അപ്പിനെ രാസ്തേസെ, തൻ്റെ വഴിയിൽ നിന്നും തൻ്റെ മാർഗത്തിൽ നിന്നും നെഹി ഹട്ടെ, അദ്ദേഹം എന്തായിട്ടില്ല, പിന്മാറിയില്ല എന്നാണ് പറഞ്ഞത്. ഉന്നോനെ അദ്ദേഹം ദോക്കോമി നസിരിയയ്ക്ക് മുഖാലിഫത്ത് കി, ദോക്കോമി നസിരി അതായത് രണ്ട് സമൂഹത്തിൻ്റെ ചിന്തകൾ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ള ആ ഒരു കാര്യത്തിന് അദ്ദേഹം മുഖാലിഫത്ത് കി, അദ്ദേഹം എതിരിട്ടു. അതായത് ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും നടക്കില്ല, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു. മുസൽമാനോ കോ തക്സീം, മാത്രമല്ല മുസ്ലിമീങ്ങളെ തക്സീം കെ ഖത്റാത്ത് സെ, അതായത് മുസ്ലിമീങ്ങളെ വിഭജിക്കുന്നതിൻ്റെ ഖത്റാത്ത് സെ, സംഭവങ്ങളോട് അദ്ദേഹം ആഗാഹിക്കുക, അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതായത് മുസ്ലിമീങ്ങൾക്ക് നിങ്ങളെ ഇവിടെ നിന്നും കെട്ടുകയറ്റാനാണ്, കൊണ്ടുപോകാനാണ് എല്ലാവരുടെയും തീരുമാനം എന്നുള്ള അദ്ദേഹം ഒരുപാട് പേർക്ക് മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല തക്സീം, അങ്ങനെ തക്സീം കെ ബാദ്, വിഭജനത്തിന് ശേഷം ജോ ഫസാദത്ത് ഹുയെ, അതായത് ആർക്കൊക്കെയാണോ കലാപങ്ങൾ ഉണ്ടായത്, ഉസ്സെ അതിനെ ഓർത്ത് അതിൽ നിന്ന് അദ്ദേഹം ബഹുത് അഫ്സർദത്തെ, അദ്ദേഹം ഒരുപാട് ദുഃഖിതനായിരുന്നു. ഉനോനെ അദ്ദേഹം ദില്ലിക്ക് ജാമിയ മസ്ജിദ് മേ, ഡൽഹിയിലെ ജാമിയ മസ്ജിദിൽ ഹിന്ദുസ്ഥാനി മുസൽമാനോ കെ, അതായത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഏക് ജൽസേക്കോ, ഒരു സദസ്സിനെ ഖിതാബ് കിയ, ഒരിക്കൽ അദ്ദേഹം അഭിസംബോധനം ചെയ്യുകയുണ്ടായി. ഇസ് തക്രീർ കെ, ഈ പ്രസംഗത്തിൻ്റെ ഏക് ലഫ്സ്, ഓരോ ലഫ്ലിൽ നിന്നും ദർദ് മന്ദിക്ക, അതായത് അനുകമ്പയുടെ ഓരോ വേർഡുകളും ഇസ്ഹാർ ഹോത്താ ഹെ, എന്താ അർത്ഥങ്ങൾ ഇസ്ഹാർ ഹോത്താ ഹെ, പ്രകടമാകുന്നു. അതായത് അത്രത്തോളം ദയയും അനുകമ്പയും കാരുണ്യവും ഒക്കെ ആ പ്രസംഗത്തിൽ നിന്ന് എല്ലാവരും മുഴച്ചു കണ്ടു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അസീസോ, അല്ലയോ പ്രിയപ്പെട്ടവരെ, സിതാരേ ടൂട്ട് ഗയേ തോ ക്യാ ഹുവ, നക്ഷത്രങ്ങൾ പിളരുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അതായത് നക്ഷത്രങ്ങൾ മാറിപ്പോയാൽ എന്താ സംഭവിക്കുക? സൂരജ് തോ ചമക് രഹാ ഹെ, സൂര്യനും എന്താകും? ചമക് രഹാ ഹെ, പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉസ്സെ, ആ സൂര്യനിൽ നിന്നും ആ സൂര്യനിൽ നിന്നും പൊട്ടി വരുന്ന കിരണങ്ങൾ മാങ്കുലോ, അവരാവശ്യപ്പെടുന്നു. എന്താണ്? ഉൻ അന്തേരി, ആ ഇരുട്ടാർന്ന രാഹോമേ, വഴികളിൽ പിച്ചാതോ, വിരിക്കൂ, അതായത് പ്രകാശം പരത്തൂ. ജഹ, എവിടെയാണോ പ്രകാശം പരത്തേണ്ടത്, ഉജാലേക്ക് സഖ്ത് സറൂറത്ത് ഹേ, അതായത് പ്രകാശത്തിൻ്റെ ശക്തമായ ആവശ്യം എവിടെയാണോ ഉള്ളത്, അവിടെ നിങ്ങൾ എന്താക്കൂ, പ്രകാശകിരണങ്ങൾ എന്താക്കുക, പരത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആവോ, വരൂ, അഹ്ദ് കരേ, വന്ന് നിങ്ങൾ ആണയിട്ട് പറയൂ. കെ, എന്തെന്നാൽ ആണയിട്ട് പറയാമെന്നാൽ കരാർ ചെയ്യൂ, ഉറപ്പിച്ചു പറയൂ. യേ മുൽക്ക് ഹമാരാ ഹെ, ഈ രാഷ്ട്രം നമ്മുടേതാണ്. നമ്മൾ ഇസ്കേ ലിയേ ഹെ, നമ്മൾ അതിനു വേണ്ടിയാണുള്ളത്. മാത്രമല്ല ഉസ്കി തക്ദീർ കെ ബുനിയാദി ഫൈസലെ, ഈ നാടിൻ്റെ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാന തീരുമാനം ഹമാരി ആവാസ് കെ, നമ്മുടെ സ്വതന്ത്രത്തെ കൂടാതെയാണെങ്കിൽ അതുരേഹി രഹേഗെ, അതായത് അപൂർണമായി കൊണ്ടേ നിൽക്കും. അതായത് നമ്മളിങ്ങനെ, അതായത് ആസാദി ഇല്ലെങ്കിൽ നമ്മളെ ഓരോ സ്വപ്നങ്ങളും എന്താവും, പൂർണ്ണമാവാതെ ഇങ്ങനെ മുയച്ചു നിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ. എല്ലാവരും ശരിക്കും പോലെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാം, എന്നിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യണം. അസ്സലാമു അലൈക്കും.